മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ. ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഇതാ ഒരു സുവർണാവസരവുമായി എത്തുന്നു. 0% പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം. ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷമെത്തിക്കൂ. ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ. മലബാർ ഓണം, സ്മാർട്ട് ഓണം. സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം മുള്ളൂർക്കര റേഞ്ച് ഇഷ്ക് മജ്ലിസ് സമാപിച്ചു. സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ ജമഅത്തുൽ മുഅല്ലമീൻ സെൻട്രൽ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച 1500 ഇഷ്ക് മജ്ലിസുകളുടെ മുള്ളൂർക്കര റേഞ്ച് തല സമാപന ചടങ്ങ് ശ്രദ്ധേയമായി. തിരുനബിയുടെ ജീവിതം ലോകചരിത്രത്തിലെ സമഗ്രവും സമ്പൂർണവുമായ സാക്ഷ്യമാണെന്നും പ്രവാചക ജീവിത പ്രസക്തി കാലമെത്ര കഴിഞ്ഞാലും നിലനിൽക്കുമെന്നും സമാപന സമ്മേളനം ഓർമ്മിപ്പിച്ചു. സുന്നി മഹൽ ഫെഡറേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പ്രവാചകനോട് വിധേയപ്പെടാനുള്ള മനസ്സും കൂടെ നടക്കാനുള്ള ജാഗ്രതയുമാണ് വിശ്വാസികൾക്ക് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. റേഞ്ച് കമ്മിറ്റി ചെയർമാൻ BM അബ്ദുള്ള കോയ തങ്ങൾ അഷ്റഫി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ റേഞ്ച് പ്രസിഡന്റ് A അഷ്റഫ് ദാരിമി ഇഷ്ക് മജ്ലിസിന് നേതൃത്വം നൽകി. റേഞ്ച് ജനറൽ സെക്രട്ടറി KA ഹംസക്കുട്ടി മൗലവിയുടെ വീടിന് സമീപം ഇരുനിലങ്കോട്ട് വെച്ചാണ് സ്വദേശി റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത്. 61 വയസ്സിൽ മതബിരുദം നേടിയ ഉമർ മാസ്റ്ററെ ആദരിച്ചു. ചടങ്ങിൽ സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും നേതാക്കൾ പങ്കെടുത്തു. സ്കൂൾ അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ചതിനു ശേഷം ചെറുപ്പത്തിലെ ആഗ്രഹമായിരുന്ന മതബിരുദം 61 വയസ്സിൽ സഫലീകരിച്ച കൊല്ലം ജില്ലയിലെ മർക്കസുന്നൂരിൽ നിന്നും അൽ ഹാക്കിമി ബിരുദം നേടിയ അൽഹാജ് KM ഉമർ മാസ്റ്ററെ ആദരിച്ചു. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറിയും മുള്ളൂർക്കര റേഞ്ച് ജനറൽ സെക്രട്ടറിയുമാണ് അദ്ദേഹം. AK ഇസ്മായിൽ അൽ അസനി, CA സുലൈമാൻ മുസ്ലിയാർ, MM സിദ്ദിഖ് മൗലവി, PM ഷാവുൽ ഹമീദ് അൽ ഖാസിമി, MK അബ്ദുൽ ജബ്ബാർ ഫൈസി, BAM അജ്മൽ ഭാഗവി, KM മുഹമ്മദ് ഹാജി, PK മൂസ എന്നിവർ പ്രസംഗിച്ചു. റേഞ്ച് കമ്മിറ്റി ജനറൽ കൺവീനർ KA ഹംസക്കുട്ടി മൗലവി സ്വാഗതവും ജോയിന്റ് കൺവീനർ MV മുഹമ്മദ് മുസ്തഫ ദാരിമി നന്ദിയും പറഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായി നമ്മുടെ എല്ലാ ഖത്തീബന്മാരും ദുആ ചെയ്തത് ഫസയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി, പിഞ്ചു അമലുകൾക്ക് വേണ്ടിയാണ്. ഒരു വിധത്തിലുള്ള പരിഗണനയും നൽകാതെ ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി വളരെ ധിക്കാരത്തോടു കൂടി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന ഒരു ജൂതരാഷ്ട്രത്തിൻ്റെ ആക്രമണ പരമ്പരയിലും ആക്രമണത്തിലും ഒരുപാട് ആയിരക്കണക്കായ മനുഷ്യജീവനുകൾ നശിപ്പിച്ചതിൻ്റെ വേദനയോടുകൂടി ദുഃഖത്തോടു കൂടിയാണ് ഇന്ന് നമ്മളെല്ലാവരും വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നും തിരിച്ചറിഞ്ഞത്. ഈ മജ്ലിസിൻ്റെയും അതുപോലെ തന്നെ ഇത്രയുള്ള മജ്ലിസുകളുടെയും അങ്ങനെ ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇതിനു വേണ്ടി നടത്തുന്ന പ്രവൃത്തികളിലൂടെ എല്ലാം നടത്തുന്ന പ്രാർത്ഥന കൊണ്ട് അള്ളാഹു ആ ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന് കടിഞ്ഞാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അസ്സയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ആനന്ദത്തിൻ്റെ, പലസ്തീനിൻ്റെ അംബാസഡർ പറഞ്ഞതുപോലെ അവിടെയുള്ള മക്കൾക്കും പലസ്തീനും ആനന്ദത്തിൻ്റെ ദിവസങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് അവരിലേക്ക് അടുപ്പിച്ചു കൊടുക്കുകയും. ഇവിടെ ദീർഘമായി ഞാൻ സംസാരിക്കുന്നതിന് മഗ്‌രിബിന് മുമ്പ് തന്നെ ന്യൂസ് ഡെസ്ക് CCV.